നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആശമാരുടെ സമരം അങ്ങനെ അവസാനിക്കാനായി പോവുകയാണ്. പൂർണ്ണമായല്ല, രാപ്പകൽ സമരം അവസാനിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആശമാരുടെ ക്ഷണപ്രകാരം ആശമാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അദ്ദേഹത്തിന്റെ ഈ ഒരു വരവിന് അത്ര ഇഷ്ടപ്പെടാത്ത VD സതീശൻ ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് VD സതീശൻ നിൽക്കവേ തന്നെ ആ വേദിയിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് ആശമാർ എല്ലാവരും ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കരയുകയും തങ്ങളുടെ വിഷമം പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ വയ്യാതെയാണ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കെ VD സതീശൻ ആ വേദി വിട്ട് മാറിപ്പോയി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇത് കോലിട്ട് കുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞ് മാധ്യമപ്പട അവിടേക്ക് എത്തി. അതിൽ പ്രധാനമായും രാഹുലിനോട് ചൊറിച്ചിലുള്ള റിപ്പോർട്ടർ TVയിലെ റിപ്പോർട്ടർ അവിടെ എത്തുകയും കോലിട്ടിളക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴാണല്ലോ VD സതീശൻ ഇറങ്ങിപ്പോയത് എന്നുള്ള മട്ടിലുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി രാഹുൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ മറുപടിക്ക് ബദലായിട്ട് ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, രാഹുൽ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്, രാഹുൽ എന്തിനാണ് ചൂടായി സംസാരിക്കുന്നതെന്നാണ്. രാഹുൽ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ചൂടാകുന്നത്, ഞാൻ കൂളായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം KPCCയുടെ കമ്മിറ്റി നടക്കുന്നതിനാലാണ്, KPCCയുടെ മീറ്റിംഗ് നടക്കുന്നതിനാലാണ് അദ്ദേഹം പോയത്, അല്ലാതെ ഞാൻ വന്നതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശുഭജനായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർ വീണ്ടും കുത്തി ചോദിക്കുന്നുണ്ട്, വന്ന ഓഡിയോ ഒക്കെ തന്നെ അത് വ്യാജമാണോ എന്നുള്ളത്. നോക്കണേ, ആശമാരുടെ ഒരു സമരം അവസാനിപ്പിക്കാനായി എത്തിയ അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ഓഡിയോ വ്യാജമായിരുന്നോ എന്നുള്ളത്. റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആദ്യമായി ഓടിയെത്തിയത് ആ TVയിലാണ്, ആ ചാനൽ വഴിയാണ്. ആദ്യമായി പലതരത്തിലുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിറകെ നടക്കുന്ന റിപ്പോർട്ടർ TVയുടെ ചില ആളുകളെ, റിപ്പോർട്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ടർ TV ഇതുവരെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഈ പരാതിക്കാരെ കൊണ്ടുവന്ന് അത് കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ചൊറിച്ചിൽ അങ്ങ് തീർത്തു കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ആശമാരുടെ ഈ ഒരു സമരം അവസാനിപ്പിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിൽ വളരെ സന്തോഷത്തിലാണ് ആശാപ്രവർത്തകർ എന്ന് പറയുന്നതിൽ വളരെ ഒരു തെറ്റുമില്ല. അവർക്കെല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ്. അവരെല്ലാവരും പ്രതിപക്ഷം തന്നെയാണ്. അവരെല്ലാവരും കോൺഗ്രസ് ആയി കാണുന്നവരാണ്. കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയിരുന്നാലും അവർക്കെല്ലാവർക്കും രാഹുലിനോട് പ്രത്യേക വാത്സല്യമുണ്ട്. രാഹുൽ എടുത്തു പറഞ്ഞ കാര്യമാണ്, ഒരു അമ്മമാരുടെ സമരവും ഇവിടെ തോറ്റ ചരിത്രമില്ല. അമ്മമാർ നേരിട്ടിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യവും കൊണ്ട് അവർ പോയിട്ടേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ. മാത്രമല്ല, രാഹുൽ ചോദിക്കുന്നു, എനിക്കിവിടെ വരേണ്ട അധികാരമുണ്ട്, അല്ലെങ്കിൽ എനിക്കിവിടെ ഞാൻ എങ്ങനെയാണ് വരാതെ പോകുന്നത്? കാരണം ഞാൻ ഒരു MLA വരുന്ന ഘട്ടത്തിൽ ആദ്യമായി ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആശമാരുടെ ആവശ്യവുമായി മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ആശമാരുടെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തന്നെ ആദ്യം തയ്യാറായത്. അപ്പോൾ അങ്ങനെ ഉള്ള ഞാൻ എങ്ങനെയാണ് ഇവരുടെ ഒരു സന്തോഷവേളയിൽ ഇവരുടെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാതെ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. എന്തായാലും VD സതീശൻ വന്നതും പോയതും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം. ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം എന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്ന് നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത്
ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടി. 1000 രൂപ കൂട്ടിയത് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോൾ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? UDF അധികാരത്തിൽ ആദ്യമായി വന്നു കഴിഞ്ഞാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശമാരുടെ മുന്നിൽ വെച്ച് ഉറപ്പ് നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിയ സമരം പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത്. സമരം ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാർ അറിയിച്ചിരുന്നു. ആശാ വർക്കർമാരുടെ സമര പദ്ധതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു. ഓണറ്റേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നത് വരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ആശമാരുടെ ഓണറ്റേറിയം 1000 രൂപ പ്രഖ്യാപിച്ചത് നേട്ടമാണ് എന്ന് വിലയിരുത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ആശമാരുടെ വേദിയിൽ രാഹുൽ വീണ്ടും തിളങ്ങി ശക്തനായ നേതാവായി രാഹുൽ മാറുന്നുണ്ട്. ആ കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. രാഹുലിനെ ഇനി അധികം കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് അത് ഭൂഷണമല്ല, അത് നല്ലതല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ഇപ്പോൾ ആശമാരുടെ അടുത്തേക്ക് രാഹുൽ എത്തുന്ന ആ കാഴ്ച നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.